പ്രാർത്ഥിക്കാം. ക്രൂശിലെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമേ, അറുക്കപ്പെട്ട മിശിഹായുടെ കുഞ്ഞാടിനാൽ ഇസ്രായേൽ മക്കൾക്ക് വിടുതൽ നൽകി അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചെങ്കിൽ കാലാവസാനത്തിൽ തൻ്റെ ജനം പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ടു പോകാതെ അതിന് ഞങ്ങളെ വീണ്ടെടുക്കുവാനായി എന്നേക്കുമായി അറുക്കപ്പെട്ട മിശിഹായുടെ കുഞ്ഞാട് യേശു മിശിഹായ്ക്കായി ഞങ്ങൾ നമ്മോട് സ്തുതിക്കുന്നു. ക്രൂശിന്റെ സ്നേഹം അത് പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിൽ ഞങ്ങളുടെ രക്ഷകനെ കണ്ടെത്തുക ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആരാധന മുഖാന്തരമായി തീരണമേ. ദൈവമുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയാലെ വഴി നടത്തണമേ. ദൈവനാമ മഹത്വം എടുക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 176 ഗീതം പാടി ശുശ്രൂഷ ആരംഭിക്കാം. ഹിം നമ്പർ 176. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ, പൂർണ്ണാശ്രയ ഈ നിമിഷം താൻ കൃപ തന്നിൽ വെച്ചോ, ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ടി, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോലി കളങ്കമോനെ നൽകി കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ. അനുദീന രക്ഷകൻ പക്ഷത്തോ നീ ശുദ്ധിയായി നടന്നിടുന്നത്, ക്രൂശേറിയ കർത്തരിൽ നിനക്കുണ്ടോ വിശ്രമം, നാഴിക തോറുമേ കുളിച്ചോ കുഞ്ഞാട്ടി, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നീന്തി കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ. കർത്തൻ വരവിൽ നിന്നീശോധാമോ ഏറ്റവും വെണ്മയായി കാണുമോ, സ്വർപുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ, കുളിച്ചോ കുഞ്ഞാട്ടി, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നീന്തി കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ. പാപക്കാര ഏറ്റ അങ്കി നീക്കി കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം, ജീവനീറൊഴുകുന്നു അശുദ്ധർക്കായി കുളിച്ചു ശുദ്ധിയായിടുക, കുളിച്ചോ കുഞ്ഞാട്ടി,
ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹേമം പോൽ നിഷ്കളങ്കമോ നിൻ കുളിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ബുധനാഴ്ച സന്ധ്യയിലെ നമസ്കാരം, പുറം 77, പേജ് നമ്പർ 77. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യമുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശം ഭൂമി നിരപ്പെട്ടിരിക്കുന്ന അമലവാന്റെ ഒന്നും വരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളെ സന്തോഷിപ്പിച്ച് നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. അനുഗ്രഹം കൃപയും ചൊരിഞ്ഞി ഡണമേ നീ വാതിൽ തുറന്നിട്ടു മശിഹാ സിംഹാസനെ പ്രാർത്ഥനയെത്തണമേ. സ്തുതിയൻ കർത്താവേ, സ്തുതിയൻ കർത്താവേ, നിത്യം ശരണവുമേ സ്തുതിതേ വാരിക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുഷ്ട സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കളുടെ അരകൾ കിട്ടിയും നിന്നെ കുറിച്ചുള്ള അറിവ് കൊണ്ടുള്ള ഞങ്ങളുടെ വിളക്കുകൾ പ്രകാശിച്ചും നിന്നിലുള്ള ശരണമാകുന്ന വടിയാൽ ഞങ്ങളുടെ ആത്മാക്കൾ ബലപ്പെട്ടും നിന്റെ കൽപ്പനകളുടെ ഇടുങ്ങിയ പാതയിൽ കൂടി മടികൂടാതെ ഓടുവാനും നിന്റെ വിശുദ്ധ ശരീരത്തിലും പുണ്യമുണ്ടാക്കുന്ന തിരുരക്തത്തിലും പങ്കുകൊള്ളുവാനും നിന്റെ മുദ്രയിൻ കീഴിൽ നാശവും ആപത്തും കൂടാതെ കാക്കപ്പെടുവാനും ഞങ്ങൾ യോഗ്യരാക്കി തീർക്കണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിച്ച് കൊള്ളുന്നു. ഓശോ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വജനത്തിൽ നിന്ന് തുപ്പലേൽക്കുകയും
വഴിതെറ്റിൽ നിന്ന് ജാതികളെ സ്വതന്ത്രരാക്കുകയും ചെയ്തവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹായാകുന്ന മൂറോൻ കൊണ്ട് വിശുദ്ധ സഭയെ സുഗന്ധപൂർണമാക്കിയവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപിനിയായ സ്ത്രീയുടെ കണ്ണുനീർ കൈക്കൊണ്ട് നിന്റെ കുറ്റങ്ങളും പാപങ്ങളും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് അവളോട് അരുളി ചെയ്തവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. നിന്റെ അവകാശത്തെ ഉദാസീനമായി വിചാരിക്കരുതേ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്കിഷ്ടമുള്ളതായി നീ സൃഷ്ടിച്ച എല്ലാവരിലും നിന്നും നിന്റെ ശ്രേഷ്ഠതയ്ക്ക് സ്തുതികരേറ്റുമാറാകട്ടെ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ വീണ്ടെടുപ്പിനായി നമ്മുടെ വീണ്ടെടുപ്പിനായി സ്വമനസായാഗമായി തീർന്ന രഹസ്യങ്ങളുടെ കർത്താവിനെ കുഞ്ഞാടിനെ ഒരുക്കുവാൻ ശിഷ്യന്മാരായ ശിമയോനെയും യോഹന്നാനെയും കർത്താവ് അയച്ചു. ഓരോരുത്തരും തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതിനെ വില വാങ്ങുകയും അവർ കഷ്ടതയും അതിവേദന കെട്ടുപോകാത്ത അഗ്നിയും അവകാശമാക്കുകയും ചെയ്യുമെന്നുള്ള രഹസ്യവും കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി. ശിമയോനും യോഹന്നാനും വിശുദ്ധ പട്ടണത്തിലേക്ക് പോയി പെസഹയുടെയും യാഗങ്ങളുടെയും കുഞ്ഞാടിനെ പാകം ചെയ്തു. മാളികയിൽ വെച്ച് രഹസ്യം അടങ്ങി അത്താഴം അവർ ആചരിക്കുകയും ചെയ്തു. തന്റെ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുകയും വഴിതെറ്റിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്ത സകലത്തിന്റെ ഉടയവനായ ദൈവമേ, നിന്റെ സഭയിൽ നിന്ന് ഭിന്നതകളും തർക്കങ്ങളും മായിച്ച് നാനാഭാഗങ്ങളിലും നിന്റെ നിരപ്പും സമാധാനവും വസിക്കുമാറാക്കണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമല്ല ഇപ്പോഴും നിരന്തരം കരേറ്റുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഞാൻ കഷ്ടത അനുഭവിക്കുന്നതിന് മുമ്പേ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിക്കാനും പഴയ കാര്യങ്ങൾ നിവർത്തിച്ച നേളായവ പൂർത്തീകരിപ്പാനും എന്റെ ശരീരം ക്ഷയിച്ചു പോകാത്ത പുതിയ ജീവന്റെ അച്ചാരമായി നൽകുവാനും എന്റെ രക്തത്തിൽ പുതിയ നിയമം നിങ്ങൾക്ക് പരമേൽപ്പിക്കാനും അതിയായി വാഞ്ചിക്കുന്നു എന്ന് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തവനുമായ മിശിഹാദം വരാനും പ്രാർത്ഥന ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഓശോ മഹത്വത്തിന്റെ രാജാവും സകലത്തിന്റെയും ദൈവവും കരുണയാൽ പാപികൾക്ക് വേണ്ടി ക്രൂശിലെ മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവ കുഞ്ഞാടുമായ മിശിഹാ തമ്പുരാനെ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ ന്യായപ്രമാണ വിധി പ്രകാരമുള്ള പെസഹ ഒരുക്കുവാൻ ശിഷ്യന്മാരോട് നീ കൽപ്പിച്ചപ്പോൾ ശിമിയോനും യോഹന്നാനും വിരിച്ചൊരുക്കിയ വന്മാളികയിൽ പെസഹ ഒരുക്കി അത്താഴ സമയത്ത് നിന്റെ അരയിൽ തുവാല കെട്ടി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച് താഴ്മയുടെയും സ്നേഹത്തിന്റെയും ദൃഷ്ടാന്തം അവർക്ക് നൽകി അത്താഴം കഴിഞ്ഞ ശേഷം തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമെന്ന് ചെയ്ത് അവർക്ക് കൊടുത്തു. അപ്രകാരം തന്നെ കാസായും എടുത്ത് വാഴ്ത്തിയവർക്ക് കൊടുത്തു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കൂടി പിന്നെ അനേകർക്ക് വേണ്ടി പാമോചനത്തിന് അനുസരിയപ്പെടുന്നു. പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമെന്ന് അരുളി ചെയ്തു. പഴയവയ്ക്ക് സമാപ്തി വരുത്തി നിത്യജീവനും മരണമില്ലായ്മയും നൽകുന്ന പുതിയ നിയമം നീ ഏർപ്പെടുത്തി. ഇപ്രകാരം പഴമയിൽ നിന്നും പുതുമയിലേക്കും ദാസ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും വഴിതെറ്റിൽ നിന്നും നേർവഴിയിലേക്കും നീ ഞങ്ങളെ നടത്തി. ഇത് ഹേതുവായി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിനയമാകുന്ന അരക്കച്ച കിട്ടിയും സമാധാനമാകുന്ന ചെരിപ്പിട്ടും ജയമുള്ള സ്ലീമായാകുന്ന വടി അവലംബിച്ചും ജീവപ്രദമായ നിന്റെ തിരുസംരക്തങ്ങൾ അനുഭവിക്കുന്നതിന് ഞങ്ങൾ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധാനുഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് കൊള്ളുന്നു. ഓശോ ദൈവ കുഞ്ഞാടെ ഞങ്ങളിൽ മഹത്വ പെസഹാനി ലോകാരംഭത്തിനു മുമ്പ് ആറുക്കപ്പെട്ടോനെ
നിൻ സന്നിധിയിൽ ചേരുവാൻ ഞങ്ങളെ നീ നാശകൻ കയ്യിൽ നിന്നോദ്ധരിച്ചതിനാൽ നിന്തിരുമേനിയും തിരുരക്തവും അനുഭവിച്ചാടിയാൽ നിൻ മരണത്തെ ഓർത്തതിനെ കൊണ്ടാടും നീ നാൾ. ഹല്ലേലൂയ. സ്തോത്രം പാടുന്നു. ഈശോനാഥ ദൈവത്തിൻ വത്സലസൂതനെ നിഷ്കളങ്കനെ നീയൻ പാപം ചുമന്നതിനാൽ ഈശോപാഗ്നിയിൽ വെന്തോരോഗാനും നാശകന്റെ ദിയമ്പുകളെ ഏൽപ്പാനും ക്രൂശൻ ബലിയായി ഏൽപ്പിച്ച സ്നേഹമൻ മാത്രം സ്നേഹിതമസ്വദിച്ചോനെ. ഹല്ലേലൂയ. സ്നേഹിക്കും നിന്നെ ഞാൻ. ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിന് തന്നെ താന്തവുമായി തീർന്നാനും തന്റെ ക്രൂശിനാൽ മരണത്തിലും ജീവനിലേക്ക് ഞങ്ങളെ വിളിച്ച മനോഹരമായ പരിമളവും സുഗന്ധധൂപവും സത്യനാഥനുമായ വിശ്വാതംബ്രാനെ ഞങ്ങളുടെ ബലഹീനമായ അപേക്ഷയിൽ ശ്രദ്ധിക്കണമേ. ഭാവികളായ ഞങ്ങൾ നിനക്കായി സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരവും ഭാവമോചനം നൽകണമേ. കർത്താവേ, നിന്റെ താഴ്മയും കുരിശിന്റെ ശക്തിയും മരണത്തിന്റെ മഹിമേ ഞങ്ങളിൽ വിളങ്ങണമേ. ഞങ്ങൾക്കായി അറ്റനിൻ കഷ്ടത താഴ്ച കർത്താവേ വാഴ്ത്ത പെട്ട കർത്താവിനായി പെസഹ ഒരുക്കാൻ സ്ഥലം തേടുന്നു. എല്ലാ മർമ്മവും കാണുന്നേശു വല്ലായ്മയേതും തന്നീലില്ലാതെ എല്ലാം ഉള്ളിൽ വഹിച്ചിടുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈശോൻ യൂദരിനരികെ എത്തിയിട്ടവരോ ടുന്നു. 30 വെള്ളി കാശു തന്നാകിൽ എൻ ഗുരുവിനെ ഇഷ്ടമ്പോൾ ചെയ്യുവാൻ ഓറ്റിത്തരാമെന്ന് ഉറപ്പാക്കിയിടുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈശോൻ അവനോടൊത്തുര ചെയ്തു കൊല്ലാനായുധം ഒരുക്കിയിടുന്നു. ഓരോരുവൻ ഓരോരായുധം ഏറ്റിട്ടുടനെ
സന്തോഷത്താൽ പട്ടണമാകെ പാഞ്ഞോടുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണം. ദൈവസുതനെ നിന്നെ കാൺമാൻ വാഞ്ചിക്കുന്നു ഞാൻ. ലോകാരംഭത്തെ മുൻപായി നിന്നോടെ കണ്ഠമെനിക്കായി അറുക്കപ്പെട്ടൊരു കുഞ്ഞാടായി നിന്നെ ഞാൻ കാണുന്നു. ഹൃദയമായ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണം. രക്തം വീടുകൾ തോറും ലഭിക്കും രക്ഷ ഭാഗ്യം നൂനം. പൊളിച്ചമവിനെ അകറ്റേൻ വേദ ഇരുപ്പീൻ പന്തിയിൽ പെസഹായെ നാം ഭുജിക്കാം ഗമിക്കാം കനാൻ നാട്ടിൽ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. വന്ന മശീഹ പ്രാർത്ഥന കേട്ടി അരുൾക നിൻ കൃപയെ ഞങ്ങളുടെ മേൽ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. പ്രിയേല മശിഹ കയറി യെരൂശലേമിൽ ജയം കൊണ്ടാടുവാൻ ൻ ബലിയറിയാതെ ക്രൂശിൽ ബലിക്കായി നിന്നെ അർപ്പിച്ചല്ലോ. ഈസാക്കുതന്മേൽ ബലിയിൻ വിറകു വഹിച്ചു കരേറി. തോളിൽ വൻകുരിശോടെ കാൽവറിയേറി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. അരുൾക അരുൾക ദേവ അനുഗ്രഹിക്കാം. കർത്യർച്ചിത്തം മാനസാന്തരി വരുത്തീണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കർത്താവേ, ഞങ്ങൾ പാപികളാവുന്ന ഞങ്ങളെ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അയച്ച മിശിഹാ തമ്പുരാനേ,
നിന്റെ സഹായ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കുറിയേ തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള എച്ചിലേമിന്റെ വാതിലുകൾ തുറന്ന് മശിഹായി നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങൾ ക്ഷണവുമേ നിനക്ക് സ്തുതി. തിരുനാമം വിശുദ്ധമാകപ്പെടണമേ. രാജ്യം വരണമേ. ഇഷ്ടസമത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടദൃഷ്ടികൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. രണ്ട് പാഠങ്ങൾ ഒന്നാം പാഠം ഭാഗമായി ലേവ്യ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള ആ പാഠം. ലേവ്യ പുസ്തകം 16-ന്റെ 1 മുതൽ 28 വരെയുള്ള പാഠം. അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന്മീതെ സ്നേഹത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുതേ എന്ന് അവനോട് പറയണം. പാപയാഗത്തിന് ഒരു കാളക്കിടാവിനോടും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനോടും കൂടെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കണം. അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ട ഇട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുകെട്ട് കെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള മുടിയും വെക്കണം. ഇവ വിശുദ്ധ വസ്ത്രമാകിയാൽ അവൻ ദേഹം വെള്ളത്തിലും കഴുകിയിട്ട് അവയെ ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്ന ഒരു ചീട്ടും അസസേലിന് എന്ന മറ്റൊരു ചീട്ടും ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ട് വേണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസസേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനും അതിനെ അസസേലിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാപയോഗത്തിന്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അർപ്പിക്കണം. അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപവർഗ ചൂർണം കൈനിറയെ എടുത്ത് തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. താൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിന്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറപ്പാൻ തക്കവണ്ണം അവൻ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം തീയിൽ ഇടണം. അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ടെ കൃപാസനത്തിന്മേൽ തളിക്കണം. അവൻ രക്തം കുറെ തന്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന് മുമ്പിലും
7 പ്രാവശ്യം തളിക്കണം. പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരിച്ചടിക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിന്റെ രക്തം കൊണ്ട് ചെയ്തു അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന് മുമ്പിലും തളിക്കണം. ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ സകല പാപവുമായ ലംഘനങ്ങൾ നിമിത്തവും അവൻ വിശ്രമനിരത്തിന് പ്രായശ്ചിത്തം കഴിക്കണം. അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ നടുവിൽ ഇരിക്കുന്ന സമാഗമന കൂടാരത്തിനും അവൻ അങ്ങനെ തന്നെ ചെയ്യണം. അവൻ വിശ്രമനിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ കടന്നിട്ട് പുറത്തു വരുന്നത് വരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത്. ഇങ്ങനെ അവൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേലിന് സർവ്വസഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിലുള്ള യാഗപീഠത്തിൽ ചെന്ന് അതിനും പ്രായശ്ചിത്തം കഴിക്കണം. കാളയുടെ രക്തവും കോലാട്ടുകൊറ്റന്റെ രക്തവും കുറേശ്ശെ എടുത്ത് പീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം. അവൻ രക്തം കുറെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി ശുദ്ധീകരിക്കണം. അവൻ വിശ്രമനിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിച്ചു തീർന്ന ശേഷം ജീവനോട്ടിരിക്കുന്ന കോലാട്ടുകൊറ്റനെ കൊണ്ടുവരണം. ജീവനോട്ടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാവങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളെയൊക്കെ പ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോകണം. അവൻ കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിടണം. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിൽ വന്ന് താൻ വിശുദ്ധ മന്ദിരത്തിൽ കടന്നപ്പോൾ ധരിച്ചിരുന്ന മഞ്ഞുനൂൽ വസ്ത്രം നീക്കി അവിടെ വെച്ചേക്കണം. അവൻ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് വെള്ളം കൊണ്ട് ദേഹം കഴുകി സ്വന്തം വസ്ത്രം ധരിച്ച് പുറത്തു വന്ന ഹോമയാഗവും ജനത്തിന്റെ ഹോമയാഗവും അർപ്പിച്ച് തനിക്ക് ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ പാപയാഗത്തിന്റെ മേസ് യാഗപീഠത്തിന്മേൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടത് പാപയാഗത്തിന്റെ കാളയെയും കോലാട്ടുകൊറ്റനെയും പാളയത്തിന് പുറത്ത് കൊണ്ടുപോകണം. അവയുടെ തോലും മാംസവും ചാണകവും തീയിലിട്ട് ചുട്ടുകളയണം. വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ. ഇവിടെ 1-ാം ഭാഗം അവസാനിച്ചു. കുരിശിൽ തോന്നി മരിച്ചവരെ എന്നെ തേടി വന്നവരെ മൃത്യുവിന്റെ താഴ്വരയിൽ ഞാൻ തല്ലോ ഭയപ്പെടില്ല. പാതാളത്തെ ജയിച്ചവനെ നിന്നിൽ നിത്യം ആശ്രയിക്കൂ. എന്തു ഞാൻ നിനക്കു നൽകോ വീണ്ടെടുത്ത ദൈവമേ. ഏഴയായി ഞാൻ കിടന്നു എന്നെ തേടി ചേർത്തവരെ
രണ്ടാം പാഠഭാഗമായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം. 1 പത്രോസ് 4. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി വരുവീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരെ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിന്റെ അതേ കവിച്ചിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർബന്ധമായിരിക്കും. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹത്തെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ഓരോരുത്തരുടെ വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് സ്ഥാപിക്കുന്നു എന്നുപോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവുമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളതാമീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുമായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങൾ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് വേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കിൽ ഫലമേൽപ്പിക്കട്ടെ. ഇവിടെ രണ്ടാം പാഠം. സകലത്തെയും തന്റെ വചനത്താൽ സൃഷ്ടിച്ചവനും പ്രകാശത്തിന്റെയും ജീവന്റെയും ഉറവയും മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വേണ്ടി ശുശ്രൂഷകനായി തീർന്ന ദാസനും അജ്ഞരായ ശിഷ്യന്മാരെ ജ്ഞാനികളാക്കിയ ഗുരുവും ഞങ്ങളുടെ രക്ഷിതാവുമായ മശിഹാ തമ്പുരാനേ, നീ അരയിൽ തൂവാല ചുറ്റിയും പാത്രത്തിൽ വെള്ളമൊഴിച്ചും എന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയും താഴ്മയുടെയും സ്നേഹത്തിന്റെയും യഥാർത്ഥമായ മാതൃക അവരെ കാണിച്ച് പഠിപ്പിച്ചു. കർത്താവേ, നിന്റെ അടിയാരായ ഞങ്ങളും ആ മാതൃക പിന്തുടർന്ന് താഴ്മയുള്ളവരും തമ്മിൽ സ്നേഹമുള്ളവരും ആകുവാൻ കൃപ നൽകുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കാതിരിക്കുകയും ഞങ്ങളുടെ ദേഹാത്മാക്കളുടെ മാലിന്യം തീർത്ത് വിശുദ്ധമാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഏഷണിയും അസൂയയും
പിണക്കവും ദുർവികാരങ്ങളും ദുഷ്കൃത്യങ്ങളുമായ സകലത്തെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ആത്മാക്കളെ പുതുക്കി പരിശുദ്ധ റൂഹായാൽ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പരസ്പരം സഹിച്ചും ക്ഷമിച്ചും ബഹുമാനിച്ചും ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ പോലെ ചേർന്നിണങ്ങുമാറാകണമേ. ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും കീർത്തനവും പാടുമാറാകണമേ. ഇന്നാളിൽ യൂദ പെസഹ ആടി ആചാര്യന്മാർമോ അണച്ചിടുന്നു കുറ്റമില്ലാതെ പരിശോധിച്ചവർ കാഴ്ചവെച്ചിടുവാൻ ഒരുക്കിയിടുന്നു ഇന്നാളിൽ കർത്തൻ നഗരം വിട്ടു താതനോടെ പക്കൽ എഴുന്നള്ളുന്നു. കുഞ്ഞാടാം തന്നെ നിർദോഷിയായി തിരുമുൻപിൽ കാഴ്ച വച്ചിടുന്നു. ഇന്നാളിൽ യൂദ പെസഹ പൂജിപ്പാൻ ഭവനങ്ങൾ നന്നായി ഒരുക്കിയിടുന്നു. മിസ്രൈമിൽ നിന്നോ ഗമിച്ചോരു വാർത്ത ഭവനങ്ങൾ തോറും പാടിയിടുന്നു. ഇന്നാളിൽ കർത്തൻ പെസഹ ഒരുക്കാൻ ശിഷ്യരീരപേരെ അയച്ചിടുന്നു. ചന്തമേറിടും മാളികയെടുപ്പാൻ പ്രവചനം ചൊല്ലി അയച്ചിടുന്നു. ഇന്നാളിൽ മോശ അഹരോരന്നിരുത് ഇസ്രായേലിൻ പെസഹ നടത്തിയിടുന്നു. പുളിച്ചതിനെ ത്യജിച്ച് സൂക്ഷിച്ചും ഭോജിപ്പാൻ ദൈവം തന്നാജ്ഞ അറിയിക്കുന്നു. ഇന്നാളിൽ കർത്തൻ ഇസ്രായേലിൻ പെസഹ ദൃഷ്ടാന്തമാണ് നുരച്ചിടുന്നു. തന്നിൽ നിറവേറോ നാദിന്റെ രഹസ്യം ശിഷ്യർക്കോ വെളിവായി ചൊല്ലിടുന്നു. പാവികൾക്കായി പരിഹാരബലിയായി തന്നെത്താനൊരു സുതനേ സ്തോത്രം. ഈ ബലിയേറ്റൊരു താതേനു സ്തുതിയും വിശുദ്ധ റൂഹായിക്കു തേജസ്സുമാമേ. ഞങ്ങൾക്കായി ഏറ്റ നിൻ കഷ്ട കാഴ്ച
കർത്താവെ വാഴ്ത്തപ്പെട്ടതാക ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കുഴിയിൽ ഉഴലും പാപിയെ താപത്തോടു നീ ദർശിച്ചപ്പോൾ പാപഭാരം ചുമന്നു നീകൾക്കെല്ലാം ആശ്വാസം നീ നൽകിയതിനാൽ സ്തോത്രം നിനക്കു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ിലയ്യോ എൻ പാവത്തിനായി നീ നോറുക്കി നിന്റെ വന്നതി പോലെ ചങ്കിൽ നിന്നൻ വിശുദ്ധിയിനുറവ ഒഴുകിയതിനാൽ വന്ദിക്കുന്നേ. ഏറ്റൊരു നാഥ ഞങ്ങളെ നീ അനുഗ്രഹിച്ചവയിൽ പങ്കുന്നേ. രാജോഹരിയും നൽകണമേ. ഹൃദയമായ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. അന്ത്യത്തിൽ ബലിക്കായി ദൈവത്തെ കുഞ്ഞാടായവൻ തന്നെ താൻ ഒരുക്കിയിടുന്നു മനസ്സോടെ. തിരുവേദത്തിൻ്റെ രഹസ്യങ്ങൾ നിവർത്തിക്കുന്നു ഗുരുനാഥൻ. ഞങ്ങളോട് ഭൂതലവാസികളും സ്തുതി പാടുന്നോരു കർത്താവേ, വാഴുക ഞങ്ങളിലെന്നും നീ. ദൂതന്മാരിൽ സാത്താനും സ്ലീഹന്മാരിൽ യോദായും എതിരായതിനാൽ നിൻ ക്രൂശിൽ യോഗ്യത ലഭിച്ചൊരു നിൻ സഭയും നന്ദി കലർന്നു പുകഴ്ത്തുന്നു. ഹൃദയമായ കർത്താവേ, ഞങ്ങളോട് ചെയ്യണമേ. നീ വീണ്ടതിനാൽ ജാതികളും സ്തോത്രം പാടുന്നനവരതം. നിൻ ക്രൂശിൻ വിടുതൽ മൂലം ഭൂതലം നിന്നെ നമിക്കുന്നു. നിനക്കും താതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ എന്നേക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഉണർവോടെ നിന്തിരുമുൻപിൽ നിൽപ്പാനെനിക്കു നീയരുളണമേ.
വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ ഈയടിയാനുള്ള ഉറക്കം കർത്താവേ നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. നിന്നോട് കുരിശിൻ ശാന്തിയതാ നല്ലയുറക്കമെനിക്കു നീതാ. ആകാശോപ്നമശുദ്ധിയിൽ നീ എന്നെ നീ രക്ഷിച്ചു കൊള്ളണമേ. ശാന്തി നിന്നോട് അടിയാൻ ഞാനതിനാ എന്റെ ശരീരം കാപ്പാനായി വെളിവിനുടെ മാരാധനയെ എനിക്കു നീ തരണം കർത്താവേ. ആശ്വാസത്തിലുറങ്ങുമ്പോൾ ആശിഫയാൻ നിന്റെ നിൻ സൃഷ്ടിക്കുക സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. നിദ്രയിലാണ്ടു കിടക്കുമ്പോൾ ഭദ്രം കാവലു നിൻ ശക്തി എന്റെ ഉറക്കാൻ തിരുമുൻപിൽ നൽകോപം പോലാകണമേ. ബലവാനായി ഞാൻ ജീവിപ്പാൻ ബലിയായി ജീവനണച്ചവനെ എന്നെ വ്യസനത്തിലാക്കായ്വാൻ സാത്താനെ നീ വിലക്കണമേ. ഞാനുണരും നേരത്തിങ്കൽ നിന്നെ ഞാൻ കൊണ്ടാടുവാൻ എന്റെ നിദ്രാവേളയിലോ നിന്റെ ഉപവിധി കാട്ടണമേ. നിരപ്പു നിറഞ്ഞാരന്തിയതും നീതി വിളങ്ങും രാവും നീ ഞങ്ങളുടെ രക്ഷകനാമസിക നാദാടിയാർ കരുണമേ.
നിനക്കു സ്തുതി നിന്നനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളിൻ പ്രാർത്ഥന കേൾക്കേട്ട് യാചനകൾ നൽകണമേ. Realizon, realizon, realizon. തന്റെ കുഞ്ഞാടിനെ തമ്പുരാനെ, നിന്റെ ബസ്സായ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് ചെയ്യണമേ. കുറിയേ തന്റെ കുഞ്ഞാടിനെ തമ്പുരാനെ, ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് ചെയ്യണമേ. കുറിയേ തന്റെ പെസഹായാലേ പെസഹയുടെ കുഞ്ഞാട് തമ്പുരാനെ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. പുകഴ്ച വന്ദനം ചൊരിഞ്ഞിടണമേ. മേലുള്ള ഊശാലെ വാതിൽ തുറന്നിട്ടു മശിഹ സിംഹാസനെ പ്രാർത്ഥനയെത്തണമേ. സ്തുതിയേ കർത്താവേ, സ്തുതിയേ കർത്താവേ, ശരണമേ സ്തുതിതേ മാറിക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമേ, രാജ്യം വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിഷ്ഠകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ. നമ്മുടെ കർത്താവിന് ബഹുമാനം നാം എല്ലാവരുടെ മേലും അനുഗ്രഹങ്ങളും കണ്ണുകളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷകായ പിതാവിന്റെ സ്തുതി. നിലവിടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്തിന്റെ അവസാനത്തിങ്കൽ ഇപ്രകാരം താൻ കൽപ്പിച്ച് പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, എന്നിങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു.
5 താലന്ത് ലഭിച്ചവനോടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നു അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ നടുക്ക് വന്നു, വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്ത് തന്നെ ഏൽപ്പിച്ചു. ഞാൻ 5 താലന്ത് കൊണ്ട് നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ നന്ന നല്ലവന് വിശ്വസ്തനുമായ ദാസൻ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്കുവന്ന യജമാനെ 2 താലന്ത് തന്നെ ഏൽപ്പിച്ചു. ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ നന്ന നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്ക് വന്നു. യജമാനെ, നീ വിതയ്ക്കാത്തിടത്തുനിന്ന് പോവുകയും വിതരാത്തിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ട് എന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിനെ യജമാനത്തിലും പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതരാത്തിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം മുൻവാണി വെക്കാൻ ഏൽപ്പിക്കേണ്ടിയിരുന്നുവെന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോട് കൊണ്ട് വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുകയും അങ്ങനെ ഉള്ളവൻ ഏവൻ ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവരോട് ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകൊടിയും ഉണ്ടാകും. നമ്മുടെ കർത്താവിന് ബഹുമാനം, നാം എല്ലാവരുടെ മേലും അനുഗ്രഹങ്ങളും കണ്ണുകളും എന്നും എന്നേക്കും 2 ലോകങ്ങളും ഉണ്ടായിരിക്കും. ആത്മാവോടുകൂടെ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനിച്ചവനും പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിതാവിനും മുഖാന്തരമായവനും മനുഷ്യർക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നൽകി നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് തിരപ്രകാരം 1-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനെ വലത്തുഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യമുള്ളവനും ജീവിച്ചിരുന്നവരെയും തന്റെ മഹാപ്രഭാതത്തോടെ നിർവഹിക്കുന്നതുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വധിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നബിമാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും നിശ്ചയവും അപ്പോസ്തലികവുമായ വിശ്വസിക്കുന്നു. ഒന്ന് മാത്രം നിങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ ഒരു പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 211 ഗീതം പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച. ഹിം നമ്പർ 211. ദൈവമേ സ്നേഹരൂപനേ, എന്നെ നീ തള്ളിയിടല്ലേ, സന്താപത്താൽ വിളിക്കുന്നേ, ദോഷിയെ രക്ഷിക്കണേ, സന്താപത്താൽ വിളിക്കുന്നേ, ദോഷിയെ രക്ഷിക്കണേ. നിന്റെ സ്നേഹം മാറിയിട്ടു നിന്നെ സ്നേഹിച്ചില്ലേ ഞാൻ,
തന്നിഷ്ടനായി നടന്നു നീക്കണേ എൻ പാപത്തെ. ഞങ്ങളെ ഞങ്ങൾക്കുള്ളവയും പൂർണ്ണമായും ദർശനത്തിലേക്ക് സമർപ്പിക്കുന്നതിന്റെ പ്രതീകമായി അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ കൈക്കൊള്ളണമേ. പ്രയോജനകരമായ ശുശ്രൂഷയ്ക്കായി അർപ്പിച്ച മക്കളെയും ഇതുമൂലം ചെയ്യപ്പെടുന്ന നല്ല ശുശ്രൂഷയും കർത്താവ് വാഴ്ത്തുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ രാവിലെ 7 മണിക്ക് പെസഹായുടെ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. വൈകിട്ട് 6:30 മണിക്ക് പെസഹായുടെ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് ഈ ശുശ്രൂഷകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒന്ന് സംബന്ധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുകയും വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഇടവക അംഗം ABS പ്രാർത്ഥനാ കൂട്ടത്തിൽ ഭുവനേശ്വരി നഗരിൽ താമസിക്കുന്ന ശ്രീ ജോർജ് തോമസ് അങ്കിളാണ്. നേരത്തെയും വചനം ഈ നോമ്പുകാലത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വത്തിനായി തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾക്കനുസൃതമായി വചനത്തെ സംസാരിപ്പാൻ പ്രിയപ്പെട്ടവനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങളെ എല്ലാവരെയും ഞാൻ അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമവുമായി എഴുന്നേറ്റ് നിൽപ്പാൻ എൻ്റെ സർവശക്തനായ ദൈവം തന്ന സമയത്തെ ഓർത്ത് എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കരയറ്റുന്നു. ഇങ്ങനൊരു അവസരം തന്ന അച്ഛനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ 50 നോമ്പിനോട് ആയിരിക്കുന്നല്ലോ. എന്നാൽ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാകുന്നുവല്ലോ. കർത്താവിന് മാറ്റമില്ലാത്ത തിരുവചന സത്യങ്ങളെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം എൻ്റെ സർവശക്തനായ ദൈവം തന്ന ഈ സമയത്തിനായി ദൈവത്തിന് വീണ്ടും ഒരിക്കൽ കൂടെ സ്തോത്രം കരയറ്റുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ വചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നതും നമ്മളെ സഹായിക്കുന്നതും നമ്മളെ പുതുക്കത്തിലേക്ക് നയിക്കുന്നതുമായി ഈ മാറ്റമില്ലാത്ത തിരുവചന സത്യങ്ങൾ ഗ്രഹിപ്പാൻ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തെ ദൈവം തുറക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് എവൻഗേലിയനായി വായിച്ചത് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാകുന്നുവല്ലോ. വായിച്ച് സമയം കളയുന്നില്ല. പെട്ടെന്ന് 1-2 വാക്യങ്ങള് ആദ്യമായി വായിക്കാം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവൻ 2, ഒരുവൻ 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്നതാകുന്നുവല്ലോ. നമുക്ക് കണ്ണടയ്ക്കാം, ദൈവത്തോടെ പ്രാർത്ഥിക്കാം. സർവശക്തനും സർവജ്ഞാനിയുമായ തമ്പുരാനെ, അവിടുത്തെ തിരുസന്നിധിയിൽ അങ്ങാകുന്ന വചനത്തെ ഏൽപ്പിക്കുക. എൻ്റെ കർത്താവേ, ഇവിടെ കൂടിയിരിക്കുന്ന മക്കളുടെ ഹൃദയത്തെ അങ്ങ് തുറക്കണമേ. അടിയൻ ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിൽക്കുന്നു. കർത്താവേ, അടിയന്റെ ആദരത്തെ നീ തുറക്കണമേ. ഞാൻ എൻ്റെ വായ് വിസ്താരത്തിൽ തുറക്കും. ദൈവമേ, നീ അതിനെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ 25 അധ്യായം 24, 25 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ
ഒലിവുമല പ്രഭാഷണമാണല്ലോ, ദ ലാസ്റ്റ് സർമൺ ഓഫ് ജീസസ്. 24-25 അധ്യായങ്ങളൊക്കെ. ഒന്നാമത്തെ ഉപമ കന്യകുമാരുടെ ഉപമയാ എൻ്റെ സർവശക്തനായ ദൈവം നമ്മളോട് പറയുന്നത്. അത് നമ്മളെ ഓർപ്പിക്കുന്നത് എപ്പോഴും ഒരുങ്ങി ഇരിക്കുവീനെന്ന അത് ശക്തമായ ഒരു മുന്നറിയിപ്പ എൻ്റെ സർവശക്തനായ ദൈവം തരുന്നു. ഒരുങ്ങിയിരിക്കണം. ഒന്ന്, എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഒന്ന്, നമ്മുടെ മരണം നമ്മുടെ മുമ്പിലുണ്ട്. രണ്ട്, കർത്താവിന്റെ വരവ് വളരെ ആസന്നമാണ്. ഇത് രണ്ടും എപ്പോഴും നമുക്കറിയത്തില്ല. മനുഷ്യൻ അവന്റെ കാലം അറിയുന്നില്ല. വല്ലാത്ത വലയിൽ അകപ്പെടുന്ന പക്ഷിയെ പോലെയും വല്ലാത്ത വലയിൽ അകപ്പെടുന്ന മത്സ്യത്തെ പോലും ഒക്കെയാ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കർത്താവിന്റെ വരവിനെ പറ്റി കർത്താവിന് പോലും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, പിതാവിന് മാത്രമേ അറിയുവാൻ പറ്റൂ. അവിടെ ഒരുങ്ങിയിരിക്കുവാൻ പറയുമ്പോൾ 14-ാം അധ്യായം വാക്യം മുതൽ പറയുന്നു, നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്ന് അവിടെ പറയുന്നു. താലന്തുകളെ വ്യാപാരം ചെയ്യുക, അത് വർദ്ധിപ്പിക്കുക, നമ്മൾ വിശ്വസ്തരായിരിക്കുക. ഈ 3 കാര്യങ്ങളാണ് എൻ്റെ ദൈവം അവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്ന, ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോയി. അവൻ പോകുന്നതിന് മുമ്പ് താലന്തുകൾ അവനവന്റെ കഴിവിനനുസരിച്ച് പ്രാപ്തിക്കൊത്തവണ്ണം ആ യജമാനൻ കൊടുത്തിട്ടാ പോയത്. ദൈവത്തിന് അറിയാം, യജമാനന് അറിയാം എന്തൊക്കെ പ്രാപ്തിയാ ഓരോരുത്തർക്കുള്ളത്. എന്നാൽ ഈ അളവ് നോക്കുമ്പോൾ അന്ന് തൂക്കത്തിലാ കാണുന്നത്. നാണയമൊക്കെ തൂക്കി കൊടുക്കുക. അപ്പൊ ഒരു റാത്തെന്ന് ഒരു താലന്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു തുകയാണ്. യജമാനന് അറിയാം. പ്രാപ്തി പോലെ കൊടുത്തിട്ട് അവരോട് വ്യാപാരം ചെയ്യുവാനാണ് ആവശ്യപ്പെട്ടിട്ട് പോയത്. അന്ന് വ്യാപാരം ചെയ്യണം, അത് വർദ്ധിപ്പിക്കണം. എന്നാൽ വിശ്വസ്തയോട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വർദ്ധിപ്പിക്കുവാന് പറ്റത്തുള്ളൂ. എന്താണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എൻ്റെ കർത്താവ് അവസാന നാളുകളിൽ എത്തിനൊന്ന് നിൽക്കുന്നു. കർത്താവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങൾ 24-ാം അധ്യായം വരുമ്പോൾ യേശു ദേവാലയം വിട്ടുപോവുകയാണ്. യേശു ദേവാലയത്തിന്റെ പണി ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ട് കർത്താവിനോട് ചോദ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചല്ലോ. ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ ശേഷിക്കുകയില്ല എന്നത് കർത്താവിന്റെ പ്രവചനം. അതുപോലെ നിറവേറ്റപ്പെട്ടു. പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ലോകാവസാനവും കർത്താവിന്റെ വരവ് എപ്പോൾ എന്നുള്ള സമയത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് അതൊക്കെ കർത്താവ് പറഞ്ഞു കൊടുക്കുക. ഇവിടെ കർത്താവിന്റെ വരവിനെ പറ്റി കർത്താവ് ശക്തമായി പറയുന്നു. കാലഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും, എന്തൊക്കെ സംഭവിക്കും, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നൊക്കെ അവരോട് വിവരിക്കുന്നുണ്ട്. അതൊക്കെയാണ് 24-ാം അധ്യായത്തിൽ പറയുന്നത്. 10 കന്യകമാരുടെ ആ ഉപമ പറയുമ്പോ എന്റെ കർത്താവ് ഓർപ്പിക്കുന്നത് അതാ, ഒരുങ്ങിയിരിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലൊക്കെ സർദീസ് സഭയ്ക്കുള്ള ദൂതിൽ പറയുന്നുണ്ട്, അവൻ കള്ളനെ പോലെ വരും, ഏത് യാമത്തിൽ വരുമെന്ന് അറിയായതുകൊണ്ട് ഉണർന്നിരിക്കണമെന്ന കർത്താവ് ഓർപ്പിക്കുന്നത്. എന്നാൽ രണ്ടാമത് ഇവിടെ വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം പറയുമ്പോ ഈ യജമാനൻ ആരാണ്, അതുപോലെ ഈ ദാസന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? 5, 2, 1. 5 കൊടുത്തവൻ 5 കൂടെ സമ്പാദിച്ചു, 2 കൊടുത്തവൻ 2 കൂടെ, 1 കൊടുത്തവന് അത് നിലത്ത് കുഴിച്ചിട്ടു. എന്തായിരുന്നു യജമാനൻ ആഗ്രഹിച്ചത്? യജമാനന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കുക. അവർക്ക് ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എങ്ങനെ ഈ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് വ്യാപാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വ്യാപാരത്തിന്റെ ആ തലങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ യജമാനൻ ആരാണെന്ന് അറിയണം. യജമാനനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിളിൽ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള യജമാന്മാരുണ്ടായിരുന്നു, ദാസന്മാരുണ്ടായിരുന്നു. ചിലര് കഠിന ഹൃദയമുള്ള യജമാന്മാരാ, ചിലര് കഠിനപ്പെട്ട ദാസന്മാരാ. എന്നാലേ ഈ യജമാനനാണ് സകലത്തിനും അവകാശമുള്ളത്. ദാസനൊരു അവകാശവും അധികാരവും യാതൊന്നുമില്ല. കാതു തുളയ്ക്കപ്പെട്ട ഒരു ദാസനെ പറ്റി വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 6 മാസം യജമാനന് കീഴ്പ്പെട്ടവന് 7-ാം മാസം അവനൊരു വിടുതലുണ്ട്. അവനെ വെറുതെ വിട്ടയക്കണം. അവന്റെ ഭാര്യയോടുകൂടെ അല്ല അവൻ വന്നതെങ്കിൽ, അവൻ യജമാനന്റെ അടുക്കൽ നിന്നപ്പോൾ ഭാര്യയെ കൊടുത്തുവെങ്കിൽ, അവൻ മക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ പോകുമ്പോൾ ഭാര്യയും മക്കളെ എവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ.
അങ്ങനെ വിവിധ കൽപ്പനകൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ആ യജമാനൻ ആ ദാസനോട് വിശ്വസ്തനായിരുന്നത് കണ്ടുകൊണ്ടാണ് ആ ദാസൻ അവിടെ പറയുന്നത്, ഞാൻ അങ്ങയെ വിട്ടുപോകുന്നില്ല. അങ്ങനെ വിട്ടുപോകാതെ നിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിന്നോടൊപ്പം ജീവിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് പറയുമ്പോൾ അവന്റെ കാത് തുളയ്ക്കപ്പെടും. ഇത് വചനത്തിൽ നമ്മളെ ദൈവം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ദാസന് യജമാനൻ തമ്മിലുള്ള വിശ്വസ്തത, ഈ യജമാനനുള്ള സകലതും കൊടുത്തു പോയതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ യജമാനന് ഈ ദാസനോടുള്ള വിശ്വസ്തതയെ കാണിക്കുക. എന്താ ഇത് ഒരു മാർമികമായി അർത്ഥമാക്കുന്നത്? എന്റെ കർത്താവിന്റെ ദൈവരാജ്യത്തെ കുറിച്ചൊക്കെയാണ് ദൈവം ഇവിടെ വിളിച്ചു പറയുന്നത്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസിൽ പാർക്കുന്നവർ പ്രകാശം ശോഭിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അതിന്റെ വർധനവിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഇതിന്റെ പൂർത്തീകരണം മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്. കർത്താവ് ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്, ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊള്ളുവാൻ. എന്താണ് ഈ താലന്ത് കൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്? എന്റെ കർത്താവാണ് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക ദൂരദേശത്തേക്ക്. അവൻ മടങ്ങി വരും, അതിന് യാതൊരു സംശയവും വേണ്ട. ആർക്കെങ്കിലും വിളിക്കുന്നവർക്ക് സംശയമുണ്ടോ? എന്റെ സർവശക്തനായ കർത്താവ് വീണ്ടും മടങ്ങി വരും. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. എന്നാല് പരിഹാസികൾ പരിഹാസത്തോടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അവൻ മടങ്ങി വരുമോ? ഇരമ്യാവിനോട് ചോദിച്ചു, സങ്കീർത്തനക്കാരനോട് ചോദിച്ചു, അങ്ങനെ വിവിധ തലത്തിലുള്ള ആൾക്കാരോട് പഴയ കാലത്തെ ജനങ്ങൾ ചോദിച്ചു, നിന്റെ വചനം എവിടെ? കർത്താവ് വേഗം വരുമോ? വരവിന്റെ വാഗ്ദത്വം എവിടെയെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പത്രോസ് 3-ാം അധ്യായം അവിടുന്ന് വിവരിക്കുന്നുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷത അത് തീർച്ചയായിട്ടും സംഭവിക്കും. അവന്റെ ന്യായവിധി ഉറപ്പായിട്ടും സംഭവിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. എന്താ താമസം? അവിടെ പറയുന്നു, ലോങ് സഫറിങ് ആൻഡ് ജഡ്ജ്മെന്റ്, ദ സ്കോഫേഴ്സ് ക്വസ്റ്റ്യൻ. പരിഹാസികളുടെ ചോദ്യമാണ്. അനേക കാലഘട്ടങ്ങളായല്ലോ ഞങ്ങൾ കാത്തിരിക്കുന്നു, ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു, വർഷങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നു, കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, എന്റെ കർത്താവ് വരുമോ? അവിടെ പറയുന്നു, എന്റെ കർത്താവിന്റെ വരവ് തീർച്ചയായിട്ടും സംഭവിക്കും. അവന്റെ ന്യായവിധി അത് നടക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ നമ്മളെ ഓർപ്പിക്കുക. അപ്പം ഇവിടെ ഈ ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് കർത്താവ് പോവുക. ഈ സുവിശേഷം നമ്മൾ അറിയിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ഇതാണ് ഇതിനകത്തെ മർമ്മം. അത് നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുക. അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വിവിധ കൃപാവരങ്ങളും ഫലങ്ങളും കൊണ്ട് ദൈവം നമ്മളെ നിറച്ചിരിക്കുക. അച്ഛനോട് അത്രയും നമുക്കുണ്ടാകത്തില്ല. കാരണം അച്ഛൻ വിളിക്കപ്പെട്ടവന്, തെരഞ്ഞെടുക്കപ്പെട്ടവന്, ശുശ്രൂഷ വരവേൽപ്പിച്ചിരിക്കുന്നവന്. അങ്ങയുടെ ദാസനിൽ കൂടെ ദൈവത്തിന്റെ ശക്തമായ വചനങ്ങൾ അതിന്റെ അളവിനൊത്ത് ദൈവം കൊടുക്കുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടും ദൈവം അതിനളവിനനുസരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണം? നമ്മൾ വ്യാപാരം ചെയ്യണം. എന്താ വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ആ രീതി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തന്റെ ഭവനം വിട്ട്, തന്റെ ചാർച്ചക്കാരെ, തന്റെ ഭാര്യയെ, കുഞ്ഞുങ്ങളെ ഒക്കെ വിട്ടെറിഞ്ഞേച്ചാണ് ഈ വ്യാപാരത്തിന് പോകുന്നത്. ദൂരേക്ക് പോകുമ്പോൾ അതനുസരിച്ചുള്ള കഷ്ടതകൾ ഉണ്ടാകും, കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഉണ്ടാകും, ഭക്ഷണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ വിവിധ തലങ്ങളിൽ കഷ്ടപ്പാടുകളിൽ കൂടെ ഇവൻ വ്യാപാരം ചെയ്യുവാൻ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുക. അവൻ എപ്പോഴോ മടങ്ങി വരുന്നു, എപ്പോഴെന്ന് അറിയത്തില്ല. വന്നാലും അവൻ വീണ്ടും തിരിച്ച് മടങ്ങി പോകണം. വീടുമായിട്ട് സമ്പർക്കമില്ല, വാർത്താവിനിമയം ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ല. അവൻ എന്തു സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ മരണമായിരിക്കാം മുമ്പിൽ. ദൈവദാസന്മാർക്ക്, സുവിശേഷ വേലയ്ക്ക് പോകുന്നവർക്കൊക്കെ അത് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അതികഠിനമായിട്ടുള്ള കാലാവസ്ഥ, ഇതൊക്കെ തരണം ചെയ്യണം. വീട്ടിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവം. അനവധി മലകളെ കയറി എന്റെ ദൈവത്തിന് മാറ്റമില്ലാത്ത സുവിശേഷ സത്യങ്ങളെ അവർ അറിയിപ്പാൻ വ്യഗ്രതയുള്ള ചില മക്കൾ ഇന്നും ഉണ്ട്. സത്യസന്ധമായി സുവിശേഷം പറയുന്നവർ, അവർക്ക് കഷ്ടതയുണ്ട്. പക്ഷെ അവർ ലക്ഷ്യമൊന്നു മാത്രമാണ്. എന്ത് ചെയ്യണം? ഇത് വ്യാപാരം ചെയ്യണം. എവിടെയാണ് ഇത് വ്യാപാരം ചെയ്യാൻ പറ്റുക, ആ സ്ഥാനത്തേക്ക് അവർ പോകണം. അവർക്ക് ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കണം. എങ്കിൽ മാത്രമേ പ്രതിഫലമുള്ളൂ. അപ്പൊ അങ്ങനെയെങ്കിൽ ആ സ്ഥലം അന്വേഷിച്ചു പോകുന്ന വ്യാപാരി അത് വർധനവിലേക്ക് കൊണ്ടുവരണമെന്ന കർത്താവ് ആഗ്രഹിച്ചത്. 5 കൊടുത്തവൻ 5 കൂടെ ഉണ്ടാക്കി.
എന്നാൽ രണ്ടു കൊടുത്തവൻ രണ്ടുകൂടുണ്ടാക്കി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് അവനെ വിളിക്കുമ്പോൾ ഒരു താലന്തുള്ളവൻ കൊടുത്തവൻ അത് കുഴിച്ചിട്ടു. എന്തിനാ കുഴിച്ചിട്ടത്? എന്റെ കർത്താവിന് അവകാശപ്പെട്ട് അധികാരത്തിന് കീഴിലിരിക്കുന്ന ഈ നാണി എന്തിനു കുഴിച്ചിട്ടു? കർത്താവിന് ഭയമുണ്ടോ? ഇത് കള്ളന്മാർ കൊണ്ടുപോകും, അല്ലെ പുഴുവും തുരുമ്പും കെടുക്കും, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കും. ഇതൊന്നുമല്ല എന്റെ ദൈവം ആഗ്രഹിച്ചത് വിശ്വസ്തതയെ നോക്കുക. അതുപോലെ ഇതിനൊരു വർധനവ് ഉണ്ടാകുമോ എന്ന് എന്റെ കർത്താവ് നോക്കുകയാണ് ചെയ്തത്. എന്നാൽ അന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് അവരോട് രണ്ടുപേരോട് ഒരുപോടാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം 5 കൊടുത്തവനും 2 കൊടുത്തവന്റെയും ആ കണക്കനുസരിച്ചല്ല ദൈവം അനുഗ്രഹങ്ങളെ വർഷിക്കുന്നത്. 1 കൊടുത്തവന്റെ എത്രത്തോളം അവന് ചെയ്യുവാൻ കഴിയുമെന്ന് കർത്താവിന് അറിയാം. പക്ഷെ അവനത് ചെയ്തില്ല, അവനത് കുഴിച്ചിട്ടു. അവൻ യജമാനനെ ന്യായം വിധിക്കുന്നവനാണ്. അവനോട് പറയുന്ന വാക്കാണ് ദുഷ്ടദാസനി. ഇതൊക്കെയും എന്റെ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് നമ്മൾ ഇത് പഠിക്കുമ്പോൾ പിന്നത്തേതിൽ താഴോട്ട് എഴുതിയിരിക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ഉപമയല്ല പിന്നത്തേതില് എന്റെ കർത്താവ് വിളിച്ചു പറയുന്ന ഉപമ. അവിടെ പറയുന്നു, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ നിന്ന് ന്യായം വിധിക്കും. അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്ന ഈ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇവിടെ പറയുന്നു, മനുഷ്യൻ തന്റെ തേജസ്സോടെ സകല ദൂതന്മാരുമായി വരുമ്പോൾ. ഇത് ഏത് വരവാണ് ഉദ്ദേശിക്കുന്നത്? കർത്താവിന്റെ വരവിന്റെ 2 ഘട്ടങ്ങളുണ്ടല്ലോ. ഒന്ന് റാപ്ചറും, രണ്ടാമത് ഗ്ലോറിയസ് അപ്പിയറൻസും. ഈ ഗ്ലോറിയസ് അപ്പിയറൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. 2 തെസ്സലോനിക്കൻ ലേഖനത്തിലൊക്കെ അവിടെ പറയുന്നുണ്ട് കർത്താവിന്റെ വരവിനെ പറ്റി. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹള ധ്വനിയോടും കൂടെ വരും. അതിന്റെയൊക്കെ അർത്ഥം അവിടെ പറയുന്നുണ്ട്. കർത്താവ് വരും, അതിന് യാതൊരു സംശയവും വേണ്ട. അത് റാപ്ചറിനെ സൂചിപ്പിക്കുന്നു. സഭ എടുക്കപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 7 വർഷം മഹോപദ്രവകാലം. ആ മഹോപദ്രവകാലത്തിന് ശേഷമാണ് കർത്താവ് തന്റെ സഭയുമായി ഇറങ്ങി വരുന്നത്. എവിടെ നിന്ന് കർത്താവ് ഉയർന്നെഴുന്നേറ്റ് കയറിപ്പോയോ അതേ സ്ഥാനത്ത് തന്നെ യഹോശാഫാത്ത് താഴ്വരയിൽ എന്റെ കർത്താവ് ഇറങ്ങി വരും. അപ്പോൾ ജാതികളെല്ലാം കൂടും അവിടെ പറയുന്നു, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ സഹോദരന്മാർക്ക്, എന്റെ പ്രിയ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ന്യായം വിധിക്കുന്നതെന്ന് വ്യക്തമായി പറയുക. അത് യഹൂദന്മാരെ സൂചിപ്പിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് യഹൂദന്മാർ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന കാലഘട്ടങ്ങൾ. അപ്പൊ നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോ കർത്താവിന്റെ സ്വന്തം ജനം, നമ്മളും വിളിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവരാ, നമ്മൾ സ്വന്തം മക്കളാ നമ്മള്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്താ ചെയ്യുന്നത്? ഈ കുഴിച്ചിടുന്ന തലങ്ങളിൽ നമ്മൾ ആയിത്തീരാതെ, നമുക്ക് ചെയ്യുവാൻ കഴിയത്തില്ലെങ്കിൽ, നമ്മളെ കൊണ്ടൊന്നും ചെയ്യുവാൻ ഭയമാണെങ്കിൽ അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ നമ്മൾക്ക് ഇടയാണ്. ഇവിടെ കർത്താവിന്റെ വരവിനെ പറ്റി പറയുന്നു. ജാതികളെല്ലാം ചുറ്റിനും കൂടി നിൽക്കുക. കർത്താവ് വേർതിരിക്കുന്ന ഒരു അനുഭവം വരും. കോലാടുകളെയും ചെമ്മരിയാടുകളെയും തമ്മില് വേർതിരിക്കുന്ന ഒരു അനുഭവം. എങ്ങനെയാണ് അതിന്റെ മാനദണ്ഡം? എന്താണ് ന്യായവിധിയുടെ മാനദണ്ഡം? അവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. ഈ സഹോദരന്മാരിൽ ഒരുവർക്ക് ചെയ്തതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എപ്പോൾ ചെയ്തു? ഞങ്ങൾ എങ്ങനെ ചെയ്തു? ഈ ചെറിയവരിൽ ഒരുത്തന്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമുക്കൊന്ന് ചിന്തിപ്പാൻ ഇടയാകുമോ? അതിശക്തമായ വചനമാണ് ഈ ഒലിവുമല പ്രഭാഷണം എന്നൊക്കെ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അതുമില്ലാതെ ചിന്തിക്കേണ്ട ഒരു അവസരമാണ്. നമ്മളെപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു? എപ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ ജീവന് എത്ര വിലയാണ് നമ്മുടെ മുമ്പിലുള്ളത്? എന്റെ കർത്താവിന്റെ വരവ് സത്യമാണോ? അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്താണ് ഈ കോവിഡ്? ഇതൊരു ന്യായവിധിയാണോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചല്ലോ. സോദോം ഗോമോറ പോലെ, നോഹയുടെ കാലം പോലെ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മ്ലേച്ഛതയുള്ള ഒരു സമൂഹം,
ഭവനങ്ങളിൽ സമാധാനമില്ല. വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ വചനം നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. നമ്മൾ നല്ല ദാസന്മാരെ പോലെ വിശ്വസ്തതയുള്ള ഒരു വർധനവിലേക്ക് നമ്മൾ പോകുന്നവരായി തീരട്ടെ. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ നമുക്കിടയാക്കണം. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കുവാൻ കഴിയുമോ? ഒരു മുന്നറിയിപ്പുണ്ട്. കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒരു വേർതിരിവിന്റെ അനുഭവം നമ്മൾ വന്ന് നിൽക്കുക. എവിടാ? നിത്യ ദണ്ഡനത്തിലേക്കോ നിത്യനാശത്തിലേക്കോ? ജീവനിലേക്ക് പോകുന്ന വാതിൽ വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാ. അനേക വെള്ളവസ്ത്രധാരികൾ അതിൽ കൂടി കടക്കും. എന്നാൽ ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്. അതിൽ കൂടി കടക്കുന്നവർ ചുരുക്കം. എവിടെയാണ് പല്ലുകടി? നിത്യനാശം അതിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോകുന്നവർ നമ്മളെ തന്നെ ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യും. നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. എത്രത്തോളം നമുക്ക് എന്റെ കർത്താവിനോട് ചേർന്നിരിപ്പാമോ അത്രത്തോളം ചേർന്നിരിപ്പാൻ നമുക്കിടയാകണം. ഒരുവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും. എഫേസ്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവാകുന്ന തല, ശരീരമാകുന്ന സഭ. അതുകൊണ്ട് ഈ യഹൂദന്മാരെ പീഡിപ്പിക്കുവാൻ ഒരുത്തർക്കും സാധ്യമല്ല. രണ്ടു വാക്കിൽ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഈ യഹൂദന്മാർ എന്റെ സർവശക്തനായ ദൈവത്തിന്റെ സ്വന്തമാണ്. ആരൊക്കെ എന്നൊക്കെ അവർക്കെതിരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടോ അന്നൊക്കെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. ബാബിലോണിന്റെ അടിമത്വം, അങ്ങനെ വിവിധ തലങ്ങളിൽ അശൂർ, വിവിധ തലങ്ങളിൽ അവർ അടിമത്വം വഹിച്ചുവെങ്കിലും അവരെയൊക്കെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. കർത്താവ് പറയുന്നു, എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ. എങ്കിൽ കർത്താവ് നമ്മളെ എത്രയധികം സൂക്ഷിക്കും. ഈ വ്യാപാരം ചെയ്യുമ്പോൾ ഒന്ന് ധരിച്ചുകൊള്ളുക, ഈ സുവിശേഷമാകുന്ന ആമേൻ, ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം, അതിന് മുദ്രയിട്ടിരിക്കുക. കർത്താവാകുന്ന മുദ്ര അതിന്മേൽ പതിപ്പിച്ചിരിക്കുക. ഒരിക്കലും നമ്മളെ ഒന്നും തൊടുകയില്ല. എന്റെ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ എന്റെ കർത്താവിനോടുകൂടെ ആയിരിക്കാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ. നമ്മൾ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് അടുത്തു വരിക. കർത്താവേ, എന്റെ ദൈവമേ എന്ന് നമുക്കൊന്ന് പറയുവാനിടയാണ്. കണ്ണുകളയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ വീണ്ടും ഏൽപ്പിക്കുക. കർത്താവേ, ഈ വചനത്തോട് കൂടെ തന്നെ മക്കൾക്ക് ഒരു മാറ്റം, ദൈവം ഒരു മാനസാന്തരം, ഒരു പുതുക്കം എന്റെ ദൈവം കൊടുക്കണം. കർത്താവ് ബലപ്പെടുത്തിക്കാൻ ശക്തീകരിച്ചാൽ അത് യേശുവിൻ നാമത്തിൽ തന്നെ. ഞങ്ങളുടെ സ്വർഗസ്പിതാവാം ദൈവമേ, കർത്താവെ, ശാന്തമായ രാത്രിക്കായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ ആലയത്തിൽ വന്ന തിരുമുഖത്തേക്ക് നോക്കി വിളിക്കുവാൻ തക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചത് കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, സംഭവമായ ലോകത്താവുന്ന ഞങ്ങൾ ജീവിക്കുന്ന ദിനംപ്രതി എന്തെല്ലാം സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അവയുടെ മധ്യത്തിലൊക്കെ എത്ര അത്ഭുതകരമായ അതിശയമായി ഞങ്ങളെ പരിപാലിക്കുന്ന അവിടുത്തെ വലിയ പരിപാലനത്തിനായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞൊരു പോൽക്കാലം ക്ഷമത്തോടെ ഞങ്ങളെ നടത്തി ഉറപ്പയ്ക്കായി സ്തോത്രം. കർത്താവെ, ഈ രാത്രിയുടെ ഈ യാമം വരെയും അവിടുന്ന് എത്ര അത്ഭുതകരമായി ഞങ്ങളെ പരിപാലിച്ചു. കർത്താവെ, ലഭിച്ചതും ലഭിക്കുന്നതൊക്കെ ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം ഭാരത്തിലും പ്രയാസത്തിലും നെടുവീർപ്പിലും വേദനകൾ കഴിയുന്ന മക്കളെയൊക്കെ തിരുസന്നിധി താഴ്ത്തി പരിമേൽപ്പിക്കുകയാണ്. അവിടുന്ന് എല്ലാം അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ, ലോകത്തെയും വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ ആവുന്നില്ല കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പകർച്ചവ്യാധി മൂലം അനേകർ ഭാരപ്പെടുന്നു. രോഗികളായി ആശുപത്രിയിലും വീണ്ടും മറ്റുമായി കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ ദാസനിലൂടെ കേട്ട തിരുവചനത്തിനായി സ്തോത്രം. കർത്താവെ, അവിടുന്ന് വീണ്ടും വരുന്നതിനായ ദൈവമേ എന്ന് വരുമെന്നും ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ ഞങ്ങൾ എപ്പോഴും ഒരുക്കമുള്ളവരായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന താലന്തുകളൊക്കെയും അത് തക്കത്തിന് വിനിയോഗിച്ച് വിശ്വസ്തയോടെ വിനിയോഗിച്ച് അതിൽ നിന്നും കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിതത്തെ ക്രമപ്പെടുത്താൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഇതിന്റെ മകനെ കുടുംബമായിട്ട് അനുഗ്രഹിച്ചാട്ട് ദാസന്റെ പ്രവർത്തനങ്ങളെല്ലാം മാനിക്കണമേ, കൃപ കൂടിയിരിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുമേനിമാർക്കും പെട്ടക്കാർക്കും മേൽപ്പെട്ടക്കാർക്കും എല്ലാം അവിടുത്തെ തിരുസനയിൽ താഴ്ത്തി പരിമേൽപ്പിക്കുകയാണ്. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ആഴ്ചകളിലൊക്കെയും ലോകത്തെയും നടക്കുന്ന ആരാധനകൾക്കായി നേരത്തെ കൊടുക്കുന്ന കരങ്ങൾക്കായി കൂടി വന്ന ജനത്തിനായി സ്തോത്രം. തുടർന്ന് ഞങ്ങളുടെ ഇടയിൽ നടക്കുന്ന ആരാധനകളൊക്കെ വാഴ്ത്തണമേ. കർത്താവെ, നേരത്തും തരുന്ന അച്ഛനെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് ശരീര അസ്വസ്ഥ ക്ഷീണത്തിനും പ്രയാസത്തിൽ നിന്നൊക്കെ വിടുതലെടുത്താട്ട് കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ എല്ലാ ഭവനത്തെയും തിരിച്ചെന്നെ താഴ്ത്തി പരിമേൽപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ ഓരോ ഭവനത്തിന്റെയും ആവശ്യങ്ങള്, ഓരോ ഭവനത്തിന്റെയും പ്രയാസങ്ങളും വേദനകളൊക്കെ അവിടുന്ന് അറിയുന്ന ദൈവമേ,
പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പതറിപ്പോകാതെ പ്രത്യാശയോടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. കർത്താവെ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രായത്തിന്റെ ബലഹീനതയിൽ കഴിയുന്നവരുണ്ട്, സാമ്പത്തികമായി ഭാരം അനുഭവിക്കുന്നവരുണ്ട്, ശാരീരികമായി ക്ഷീണം അനുഭവിക്കുന്നവരുണ്ട്, പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖിക്കുന്ന മക്കളുണ്ട്. മറ്റു പ്രയാസത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയ മക്കളെയും താഴ്ത്തി പരിമേൽപ്പിക്കുകയാണ്. കർത്താവെ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും തിരുസന്നിധി താഴ്ത്തി പരിമേൽപ്പിക്കട്ടെ. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ എല്ലാം കൂട്ടിവരുത്തിയ വലിയ കുറവയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ പിരിയട്ടെ. പിരിയാത്തവനായ സാന്നിധ്യം കൂടി ഞങ്ങളെ വഴി നടത്തണമേ. സകല കുറവും ക്ഷമിക്കണമേ. സകലവും തൃപ്പാത്തിൽ അർപ്പിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. നമ്മളോട് വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച പ്രിയപ്പെട്ടവനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അധികമായി ദൈവം തന്റെ കരുണയാൽ സൂക്ഷിക്കുകയും തന്റെ കൃപയിൽ തുടർന്നുള്ള ആയുസ്സിനെ വചനത്തോട് ചേർന്ന് നിൽക്കുകയും പ്രാപ്തിപ്പെടുത്തിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാവർക്കും എഴുന്നേൽക്കാം. സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയായി, പിശാചുകൾക്ക് ഭയങ്കരവും മാലാഖമാർക്ക് ബഹുമാന്യവും ആയ ദൈവപുത്രന്റെ വന്യമായ സ്ലീബ രാപ്പകൽ നമ്മെ കാത്ത് മറച്ചുകൊള്ളുമാറാകട്ടെ. ദുഷ്ടമനുഷ്യരുടെ കോപത്തിൽ നിന്നും പിശാചുക്കളുടെയും അവിശ്വാസികളുടെയും അസൂയയിൽ നിന്നും ഉപദ്രവകരമായ അധികാരങ്ങളിൽ നിന്നും കരുണയില്ലാത്ത യജമാന്മാരുടെ കൈകളിൽ നിന്നും രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും സാത്താന്റെ കണികളിൽ നിന്നും ആത്മാവിനെയും ശരീരത്തെയും ക്ലേശിപ്പിക്കുന്ന ദുർവികാരങ്ങളിൽ നിന്നും പാപത്തിന്റെ എല്ലാ ശക്തിയിൽ നിന്നും കർത്താവ് നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആകാശം ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ സന്ധ്യ നമസ്കാര ശുശ്രൂഷയിൽ ഒരുങ്ങുവെന്ന് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരുടെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം തന്റെ ഉന്നതമായ സിംഹാസനത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ശാന്തമായി